ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ പച്ച തക്കാളി കൊണ്ട് ഒരു പച്ചടി വയ്ക്കാം. തക്കാളി ഇവിടെ തന്നെ ഉണ്ട്. ഞാനത് പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ വെജിറ്റബിൾസ് ഒന്നും നേരെ കിട്ടിയിട്ടില്ല. ഇവിടെ സീസൺ ആകെ തെറ്റിയാണ് വന്നത്. സമ്മർ ലേറ്റായിട്ട് വന്നു. അതുകൊണ്ട് വിത്തിട്ടതെല്ലാം നശിച്ചു പോയി. പിന്നെ രണ്ടാമതിട്ട വിത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മൂടി തക്കാളി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ചീരയൊക്കെ ഒന്നോ രണ്ടോ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കിട്ടിയതിനെ വെച്ചിട്ട് ഒരു കറി ഞാൻ വെച്ച് നിങ്ങളെ കാണിക്കാം. പച്ച തക്കാളി കൊണ്ടൊരു പച്ചടി വെച്ച് കാണിക്കാം. പറിക്കട്ടെ. ഈ ടൊമാറ്റോ ഒക്കെ വലിയ സൈസ് ആകുന്നതാണ്. ബഫല്ലോ ടൊമാറ്റോയാണ്. അപ്പൊ നമുക്കൊന്ന് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ പറിക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കി നിൽക്കട്ടെ അല്ലേ, നമുക്ക് ഇത്രയും മതി. ഇനി പച്ചമുളക് പറിക്കാം. പച്ചമുളക് ആ സൈഡാണ്. പച്ചമുളകിലും ഒന്നുമില്ല, ചെടി നിറച്ചും പച്ചമുളക് കിട്ടുന്നതാ. ഇത്തവണ വളരെ കുറവാ പച്ചമുളക്. പിന്നെ ഇതൊരു ഇനം ചീരയാണ്. ഇതാകെ കിട്ടിയത് 3 മൂട് ചീര തന്നെ കിട്ടിയിട്ടുള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ ആ സൈഡ് കുറച്ചുണ്ട്, അതും വളരെ കൂടുതലൊന്നുമില്ല. കറി വെക്കാൻ പോകാം. ഇത് ഇവിടുത്തെ കറിവേപ്പാണ്. കറിവേപ്പും കുറച്ച് തന്നെ ഇത്തവണ തീർത്തിട്ടുള്ളൂ. ഇത് എങ്ങനെയെന്ന് വെച്ചാല് വിന്റർ തുടങ്ങുമ്പോൾ പിന്നെ പുറത്ത് കറിവേപ്പ് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് മുന്നേ തന്നെ ഇലകളെല്ലാം വെട്ടി യൂസ് ചെയ്യും. പിന്നെ കുറെ ഫ്രീസ് ചെയ്യും. അത് കഴിഞ്ഞ് വെറും കമ്പാവും. അപ്പൊ അതിനെ കൊണ്ട് വീടിന്റെ അകത്ത് ഒരു ലൈറ്റ് ഇട്ട് ഒരു സൈഡ് അവർക്കൊരു റൂമുണ്ട്, അവിടെ കൊണ്ടങ്ങ് വയ്ക്കും. പിന്നെ കുറേ മാസം അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. വിന്റർ കഴിയുന്നത് വരെ അങ്ങനെ തന്നെ ഇരിക്കും. സമ്മർ തുടങ്ങാറാവുമ്പോൾ പുറത്ത് വെയിലും ചൂടും ഒക്കെ വന്നു തുടങ്ങുമ്പോൾ എടുത്ത് പുറത്ത് കൊണ്ടുവയ്ക്കും. ഇത്തവണ ലേറ്റ് ആയിട്ടാണ് സമ്മർ തുടങ്ങിയത്, അതുകൊണ്ട് വയ്ക്കാനും ലേറ്റായി. അതാണ്. പക്ഷെ ഇതിനേക്കാളും നിറച്ച് ബുഷായിട്ട് നിൽക്കും കറിവേപ്പ്. എന്നാലും ആവശ്യത്തിനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പച്ച ടൊമാറ്റോ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്തത് ഈ ഷേപ്പിലാണ്. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് കൂട്ടിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. അത് അധികം സാധനങ്ങളൊന്നുമില്ല. തേങ്ങ, പച്ചമുളക്, കടുക്, ഇത് മൂന്നുമേ ഇതിനാവശ്യമുള്ളൂ. പിന്നെ ചില ടൊമാറ്റോ വെന്ത് വരുമ്പോൾ പുളിപ്പധികം തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 സ്പൂണോ 2 സ്പൂണോ, അത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട്, ഈ ഉപ്പിടുന്ന പോലെയാണ് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഇതിന് കണക്കായിട്ട്. ഇപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്ക് പുളിപ്പ് കൂടുതൽ വേണം, അങ്ങനെ അത് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഈ തേങ്ങ വെണ്ണ പോലെ അരച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. വെണ്ണ പോലെ നന്നായിട്ട് അരച്ചിട്ട് അതിൽ ഈ പച്ചമുളകിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കടുകും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പച്ചമുളക് അരയാൻ പാടില്ല, കശപ്പുണ്ടാവും കറിക്ക്. ഒന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ കടുകും ഒന്ന് പൊടിച്ച് രണ്ടായിട്ട് പിളർന്ന് വരണം, അത്രേ വേണ്ടൂ. അത് ലാസ്റ്റിൽ ഒന്നിട്ടൊന്ന് കറക്കിയാൽ മതി, പൊടിഞ്ഞു കിട്ടിക്കോളും. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് 10 മിനിറ്റ് പോലും വേണ്ട, വെന്ത് കിട്ടും. ഇനി മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരച്ച കൂട്ടിനെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഈ കൂട്ടിനെ ഇങ്ങനെ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കണം. ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് മതിയാവുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് ചേർക്കാം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി വെച്ചിട്ട് കറിവേപ്പില, ഒരു 2 കറിവേപ്പില പിച്ചിടുക. ഇങ്ങനെ ഞെരടി ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വെറുതെ ഇട്ടാലും മതിയായിരുന്നു. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ വേകുന്നവരെ, 10 മിനിറ്റ് എന്ന് തന്നെ പറയുന്നില്ല, വേകുന്നത് വരെ. നമുക്കത് പിന്നെ വേകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടച്ചു വെച്ചിട്ട് ഹീറ്റ് ഓൺ ചെയ്ത്
അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടൊമാറ്റോ പച്ചടി, പച്ച ടൊമാറ്റോ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒന്ന് കടുക് വറുത്തിട്ടു, കറിവേപ്പിലയും കടുകും വെച്ച് കടുക് വറുത്തിട്ടു. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് എനിക്ക് ഒഴിക്കേണ്ടി വന്നു. നോക്കിയപ്പോൾ പുളിപ്പ് കുറവായിരുന്നു. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ബായ്.